രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ പ്രധാന വേവലാതിയാണ് അടുക്കള മാനേജ്മെൻറ്റ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. രാവിലെ ഓഫീസിൽ പോകുന്ന തിരക്കിനിടയിൽ പച്ചക്കറി അരിയാൻ സമയമില്ലേ, അല്ലെങ്കിൽ സൗകര്യമില്ലേ? വഴിയുണ്ട്. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കാണ് ആ വഴി ഒരുക്കിയിരിക്കുന്നത്. ഏത് സഹകരണ ബാങ്കിനും ആലോചിക്കാവുന്ന അല്ലെങ്കിൽ നടപ്പാക്കാവുന്ന, പരീക്ഷിക്കാവുന്ന ഒരു പദ്ധതിയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമയം തികയാത്ത ലോകത്തിൽ എല്ലാവരും തിടുക്കത്തിലാണ്. ജോലി തിരക്കുകൾ വിശ്രമസമയം കവർന്നെടുക്കുന്നു. വനിതകൾ തൊഴിൽമുഖത്തേക്കിറങ്ങിയതോടെ അടുക്കള കാര്യങ്ങൾ അവർക്ക് വലിയ തലവേദനയായി. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന വനിതകൾക്ക് സഹായമായി എത്തിയിരിക്കുകയാണ് കോട്ടയം പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക്. പാമ്പാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിനോടനുബന്ധിച്ച് ആണിപ്പോൾ നമ്മുടെ കാർഷിക കേന്ദ്രം. ആ കാർഷിക കേന്ദ്രത്തിൽ വിവിധതരം പച്ചക്കറികൾ കളക്ട് ചെയ്ത് അതിനെ വളരെ സയൻറ്റിഫിക്കായിട്ട് കഴുകി അരിഞ്ഞ് പ്രോസസ്സ് ചെയ്താണ് നമ്മളിവിടുന്ന് നമ്മുടെ സെയിൽസിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പാമ്പാടി ടൗണിലെ റെഡി ടു കുക്ക് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ആളുകളെ സംബന്ധിച്ചോളം അവർ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പം ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അവർ ഈ പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അരിഞ്ഞൊരുക്കി വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വലിയ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുപോലെ പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ അണുകുടുംബങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. മക്കളെല്ലാം വിദേശത്ത്, പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രമായി വീട്ടിൽ ഒതുങ്ങുന്നൊരു സാഹചര്യം. അപ്പം അവർക്കും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പച്ചക്കറി കഴിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് ഒരുക്കി തരാനുള്ള സംവിധാനമോ നല്ല രീതിയിൽ പച്ചക്കറി ഇത് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. തിരക്ക് പിടിച്ച ജീവിതത്തിൽ പച്ചക്കറി അരിയുന്ന പ്രയാസം മൂലം പലരും ഫാസ്റ്റ് ഫുഡ് തിരഞ്ഞെടുക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശുദ്ധമായ വിനാഗിരിയും മഞ്ഞളും കല്ലുപ്പും ഇവയെല്ലാം ഉപയോഗിച്ച് പച്ചക്കറികൾ കഴുകി അരിഞ്ഞ് അവിയൽക്കൂട്ട്, സാമ്പാർ കൂട്ട് തുടങ്ങിയവ പാക്കറ്റുകളിലാക്കി റെഡി ടു കുക്ക് എന്ന പേരിൽ വിതരണത്തിന് എത്തിക്കുകയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക്. നമ്മൾ പച്ചക്കറിയാണെങ്കിൽ തന്നെ കൊണ്ടുവരുന്ന പച്ചക്കറി അതേപടി അരിഞ്ഞു കൊടുക്കുകയല്ല. വിനാഗിരി, മഞ്ഞൾ, അതുപോലെ കല്ലുപ്പ്, ഇത് മൂന്നും ചേർത്ത് വാഷ് ചെയ്ത് അതിനുശേഷം അത് ഫാനിൻ്റെ അടിയിലിട്ട് ഉണക്കി ജലാംശം മാറിയതിന് ശേഷമാണ് നമ്മളിത് അരിഞ്ഞ് വിവിധ കൂട്ടുകളാക്കുന്നത്. അത് അവിയൽ കൂട്ടൊക്കെ 11 കൂട്ടം സാധനങ്ങളാണ് അവിയൽ കൂട്ടിനുള്ളത്. സാമ്പാറും അതുപോലെ തന്നെ. അപ്പോൾ അത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നൽകുന്നു എന്നുള്ളതാണ് ബാങ്കിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ലാഭമായി ഞങ്ങൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ വിവിധ വൈവിധ്യമേറിയ പ്രോഡക്റ്റുകൾ, ആ പ്രോഡക്റ്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം റെയ്ഡ്കോയുടെ കറി പൗഡർ, സഹകരണ സ്ഥാപനമാണ് റെയ്ഡ്കോ. അതുപോലെ തന്നെ സഖ്യ എന്ന് പറയുന്ന തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഖ്യ ടീ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നാളിതുവരെയുള്ള തേയിലയെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ചതാണ്. 100-ലധികം വർഷം പഴക്കമുണ്ട്. ഇത് കർഷകർ പുതിയതായിട്ട് കൃഷി ചെയ്തിട്ടുള്ള തേയിലയിൽ നിന്നാണ് ഇവർ അത് കൊളുന്ത് ശേഖരിച്ചാണ് ഇവർ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. നിലവിലെ വിപണി വിലയ്ക്ക് ആനുപാതികമായ നിരക്കിലാണ് പച്ചക്കറി പാക്കറ്റിൻ്റെ വില. വാഴച്ചുണ്ട്, പപ്പായ, മുരിങ്ങക്കായ, നേന്ത്രക്കായ തുടങ്ങി പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഇനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തിക്കുന്നതിൽ കൂടുതലും. ഇങ്ങനെ ലഭിക്കാത്ത ഇനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തി പുറമേ നിന്ന് വാങ്ങുന്നു. അപ്പോൾ പരമാവധി പച്ചക്കറികൾ നാട്ടിൻപുറത്തെ കർഷകരിൽ നിന്ന് ശേഖരിക്കുകയും ബാക്കിയുള്ളത് ഊട്ടി, അതുപോലെ തന്നെ മേട്ടുപ്പാളയം തുടങ്ങിയ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മഞ്ഞും തണുപ്പും കൂടുതലുള്ള സ്ഥലത്ത് ഫ്രഷ് പച്ചക്കറികൾ ഞങ്ങൾ ഹോൾസെയിൽ വ്യാപാരികളുമായി സംസാരിച്ച് അത് എത്തിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ സംരംഭം വിജയകരമായി കൊണ്ടുപോകുന്നത്. ഇവയ്ക്ക് പുറമെ തേങ്ങ ചെരുകിയതും ഉള്ളി തൊലി കളഞ്ഞതും പയർ, ചുണ്ട്, കപ്പളങ്ങ, മറ്റ് തോരൻ കറിയിനങ്ങൾ തുടങ്ങിയവയും പാക്കറ്റുകളിലാക്കി നൽകുന്നുണ്ട്. ചേന മെഴുക്കുവരട്ടി, കപ്പളങ്ങ തോരന്, ബീട്രൂട്ട് തോരന്, പിന്നെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി, ചുണ്ട് തോരൻ, പയർ മെഴുക്കുവരട്ടി, പയർ തോരൻ, ഈ അവിയൽ, സാമ്പാർ കൂടാതെ ഇത്തരം ഉൽപ്പന്നങ്ങളൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചക്ക. പാമ്പാടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് പ്രവർത്തന സമയം. രാവിലെ എഴുന്നേറ്റ് കഞ്ഞിയും കറിയും എല്ലാം വെക്കുമ്പം അവർക്കിതെല്ലാം അരിഞ്ഞു പെറുക്കിയെല്ലാം കൃത്യസമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടാനും ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതിന് ശേഷം അവർക്കെല്ലാം സമയ ലാഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റ്
നമുക്ക് കളക്ട്രേറ്റിലും അവിടെയൊക്കെ എല്ലാവരും അന്വേഷിച്ച് വരുന്നുണ്ട്. അവിടെയും തുറക്കണം എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞ് നമ്മളോട് ഒരു അഭ്യർത്ഥന അതുകൂടെ വെച്ചിട്ടുണ്ട്. റെഡി ടു കുക്ക് സാധനങ്ങൾക്ക് പുറമെ ഗുണമേന്മ തെളിയിച്ച സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും വിപണന കേന്ദ്രത്തിൽ ലഭിക്കും. സഹകരണ മേഖലയിൽ നമുക്ക് ഒരു ബാങ്കിങ് ബിസിനസ് മാത്രമല്ല, അതിലുപരി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി കാഴ്ചവെക്കുന്നതിന് ഇതുപോലുള്ള ഒരു പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് എല്ലാവരും എത്തണമെന്നുള്ളതാണ്. റെയ്ഡ്കോയുടെ നാടൻ കറി പൗഡറുകൾ, കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിക്കുന്ന രുചികരമായ സഹ്യ തേയില, റെപ്കോയുടെ വെളിച്ചെണ്ണ, ഗുരുവായൂർ അമ്പലത്തിൽ കദളിപ്പഴം നൽകുന്ന തൃശൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കദളിപ്പഴം കൊണ്ടുള്ള ഹൽവ, പൊക്കാളി റൈസ്, ഗീർ പശുവിൻ്റെ നെയ്യ്, തൈര്, മറയൂർ ശർക്കര, ചിറ്റൂർ യുവജന സംഘം നിർമ്മിക്കുന്ന വാഴപ്പിണ്ടി ജ്യൂസ്, വാഴച്ചുണ്ട് ചമ്മന്തി എന്നിവയും ഇവിടെ ഷോപ്പിൽ ലഭിക്കും. ഏത് വിപണിയിൽ നമ്മൾ ചെന്നാലും മറയൂർ ശർക്കരയാണെന്ന് പറയും. പക്ഷേ ഞങ്ങൾ നേരിട്ട് മറയൂരിൽ ചെന്ന് മറയൂർ 3.5 കോടി രൂപ ചെലവഴിച്ച് മറയൂർ സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചിട്ടുള്ള മറയൂർ ശർക്കര പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടുത്തെ കർഷകരിൽ നിന്ന് തന്നെ 100% നമുക്ക് വിശ്വസിക്കാം ആ ശർക്കര. പക്ഷെ അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നും അതുപോലെ പഞ്ചസാര കലക്കി കൊടുത്തും ആ വിപണിയെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കി ഒറിജിനൽ ശർക്കര, പിന്നെ വാഴച്ചുണ്ട് സമ്മന്തിപ്പൊടി, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി സ്ക്വാഷ്, ചിറ്റൂർ സർവീസ് സഹകരണ ബാങ്കിലെ യുവജന സഹകരണ സംഘമാണ് ഇത് നിർമ്മിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസം 3000 അടുത്ത് കിലോ കദളിപ്പഴം വേണം. അപ്പോൾ ആ കദളിപ്പഴം അവിടെയുള്ള കർഷകർ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അവിടെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൊസൈറ്റി അത് മിച്ചം വരുന്ന കദളിപ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. കദളിപ്പഴത്തിൻ്റെ ഹൽവ നമ്മളിപ്പോൾ ഇവിടെ വിപണനത്തിന് കൊണ്ടുവരും. ഞങ്ങൾ കൊണ്ടുവരുന്ന അന്ന് തന്നെ തീരുന്ന ഒരു പ്രോഡക്റ്റായിട്ട് അത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 22-നാണ് റെഡി ടു കുക്ക് വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ധാരാളം ആളുകളാണ് ആവശ്യക്കാരായി ഇവിടെ എത്തുന്നത്. ഇന്ന് വരെ ഒരു ദിവസം പോലും നമ്മുടെ ഒരു പാക്കറ്റും വൈകുന്നേരത്തേന് മിച്ചം വരികയോ അല്ലെങ്കിൽ അത് നശിച്ചു ആൾക്കാർ വാങ്ങിക്കാതെ മിച്ചം വന്ന് പോവുകയോ ചെയ്തിട്ടില്ല. രാവിലെ 11 മുതൽ ഉച്ചവരെയും വൈകിട്ട് 4 മുതൽ കട അടയ്ക്കുന്നതുവരെയും റെഡി ടു കുക്ക് വെജിറ്റബിൾസിനായി ധാരാളം പേർ എത്തുന്നുണ്ട്. ചിരവിയ തേങ്ങയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. തേങ്ങ ചിരവുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ആ ഒരു കാര്യത്തിലാണ്. അങ്ങനെ നമ്മൾ അതും തേങ്ങ ചിരവിയും നമ്മൾ ഇവിടുന്ന് അതും പാക്കറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരം ആയിരിക്കുന്നു. 4 സ്ത്രീകളടക്കം 5 പേർക്ക് ഈ പുതിയ സംരംഭത്തിലൂടെ തൊഴിൽ നൽകുവാനും ബാങ്കിന് കഴിഞ്ഞു. പച്ചക്കറി അരിയുന്നതും തേങ്ങ ചിരകുന്നതും ഉള്ളി തൊലിക്കുന്നതുമെല്ലാം ഇവിടെ തന്നെയാണ്. ചക്കയും കുടുംബശ്രീ പ്രവർത്തകർ അരിഞ്ഞെത്തിക്കുന്നുണ്ട്. ചക്കയുടെ പാക്കിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന പച്ചക്കറി അരിയിലും പാക്കിങ്ങും ഒക്കെ രാത്രി വരെ നീളും. കഴിഞ്ഞ ഒരു വർഷം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തും ആയി ചേർന്ന് 4500ഓളം വിയറ്റ്നാം എയർലി പ്ലാവിൻ തൈകൾ നമ്മൾ ഈ ബാങ്കിന് വിതരണം ചെയ്യുകയുണ്ടായി. കേവലം 37 രൂപ മാത്രം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഏകദേശം 350 രൂപയോളം വില വരുന്ന ആ പ്ലാവിൻ തൈകൾ ഓരോ കുടുംബത്തിനും നൽകിയിട്ടുള്ളൂ. ആ പ്ലാവ് 3 വർഷം കൊണ്ട് അതിൻ്റെ കായ്ഫലം എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടയിലുള്ള പല വനിതകൾക്കും ഒരു തൊഴിൽ സാധ്യത കൂടെ ഇതിൽ കൂടെ ഞങ്ങൾക്ക് സൃഷ്ടിക്കുവാനായിട്ട് ഞങ്ങളെ സാധിച്ചിട്ടുണ്ട്. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ നൂതനമായ ആശയം തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് പുതിയൊരു തൊഴിൽ മേഖല കൂടി സമ്മാനിക്കുകയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കാഴ്ചകളും പുതുമയുള്ള വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.